ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ കേരളയിൽ അപ്പം കൊണ്ടുപോകുന്ന കാര്യം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നല്ലോ. അത് പിന്നീട് വലിയ രീതിയിൽ തമാശയാക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും പരിഹാസ രൂപത്തിൽ ട്രോളുകളായി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണോ ഇപ്പോൾ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും മാറിയിരിക്കുന്നത്? സോഷ്യലിസം കൊണ്ടുവരുമെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന പുതിയ വിവരങ്ങൾ ഇപ്പോൾ ശശിധര മാഷെ പോലുള്ള ആളുകൾ പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് അതിൽ എത്രത്തോളം ബോധ്യമുണ്ട്, പ്രത്യേകിച്ച് ചൈനയിൽ വന്നിരിക്കുന്ന വിപ്ലവകരമായ ഒരു മാറ്റം എന്നുള്ളത്? ഈ ചൈനയിലെ വിപ്ലവകരമായ മാറ്റത്തൊക്കെ പറഞ്ഞപ്പോൾ ടെക്നോളജി, ഇതിൽ രണ്ട് വിഷയമുണ്ട്. ടെക്നോളജിയെക്കുറിച്ച് സംസാരിച്ചു, ക്യാപിറ്റൽ സംസാരിച്ചു, ഗോവിന്ദ മാഷ് വിഷയം. ഈ ടെക്നോളജി സംസാരിക്കാൻ ബിഗ് ഡാറ്റ, ലാർജ് ലാംഗ്വേജ് മോഡൽ തുടങ്ങി നമ്മൾ ജനറേറ്റീവ് AI കുറിച്ച് സംസാരിക്കാം, റോബോട്ടിക്സെ കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്. ജനറേറ്റീവ് AI കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നായിരം ഈ ഡാറ്റ കോർപ്പസ്, ഇപ്പോൾ ചൈന ടിയാൻമെൻ സ്ക്വയറിനെ കുറിച്ച് ഡീപ് സീക്കിൽ ചോദിച്ചാൽ ദേശാഭിമാനി എഡിറ്റർ പോലെയായിരിക്കും ഡീപ് സീക്ക് പ്രവർത്തിക്കുക. അത്രയും സ്റ്റുപ്പിഡാണ്. ടിയാൻമെൻ സ്ക്വയർ ഡീപ് സീക്കിൽ കിട്ടില്ല. അതുപോലെ ചാറ്റ് GPT അതുപോലെ ടിയാൻമെൻ സ്ക്വയറിനെ കുറിച്ച് പറഞ്ഞാൽ ചാറ്റ് GPT ടിയാൻമെൻ സ്ക്വയറിൽ നിന്ന് പഴയ ചരിത്രമൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഇത് ഹൈലി ബയസ്ഡായ ഡാറ്റയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് അനാവശ്യമായിട്ട് ഇതിനൊക്കെ ഗ്ലോറിഫൈ ചെയ്യണ്ട. അതിന് വല്ലാതിലും കാര്യം അത് ശരിയാണ്. ടെക്നോളജിക്കലായിട്ടുള്ളൊരു എന്താ പറയുക, നമ്മൾ മൂഡ്സ് ലോക്ക് അനുസരിച്ച് ടെക്നോളജിക്കുള്ള വലിയൊരു എന്താ പറയുക ലീപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് കൊണ്ട് നമ്മൾ പ്രതിഷ്ഠിക്കേണ്ട ആൾക്കാലം സ്ഥിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് ക്യാപിറ്റൽസൊക്കെ വെച്ച ടെക്നോളജി, ചിലപ്പോൾ ഉദാഹരണത്തിന് ഗോവിന്ദ മാഷ് പറയുന്നു ക്ലൈമറ്റ് ചേഞ്ച്, മുതലാളിത്തത്തിൻ്റെ തകർച്ചയാണ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഉണ്ട്. ആക്സലറേഷനിസം എന്ന് പറയുന്നൊരു പുതിയ ഫിലോസഫി ഉണ്ട് മാർസുമായി ബന്ധപ്പെട്ട്. അതിൽ പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് വളരെ പുരോഗമനകര കാര്യമാണ്. കാര്യം അറിയോ, ഇത് ആദ്യമേ ക്യാപിറ്റലിസ്റ്റ് തകരാൻ പോവാണ്. ഇങ്ങനെ പലതരത്തിലുള്ള എന്താ പറയുക, നമ്മുടെ എപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള പലതരത്തിലുള്ള ചിന്തകളും പലതും ഉണ്ട്. അത് വേറെ ആ ഡിബേറ്റിംഗ് പോയിന്റ് ആണോ എനിക്ക് നല്ല ടെക്നോളജിയെ കുറിച്ച് പറയാൻ നമുക്ക് ഡീപ്പായി പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എങ്ങനെയാണ് ജനറേറ്റീവ്, എനിക്ക് അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോണ സമയം എനിക്ക് തോന്നുന്നില്ല. കാര്യം അതൊക്കെ വെറുതെ നമുക്ക് ഉള്ള ഡിബേറ്റ്, അത് ഒരു വേറെ തരം ഇൻ്റലക്ച്വൽ ഡിബേറ്റും കുറച്ച് വേറാണ്. എനിക്ക് ശ്രീത് പറഞ്ഞ കാര്യത്തിൽ ചെറിയ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഗോവിന്ദ മാഷ് പ്രായോഗികമായിട്ടല്ല പറഞ്ഞത്. അവിടെയാണ് എനിക്ക് ജയേന്ദ്രൻ എന്ന് പറഞ്ഞ ജയേന്ദ്രൻ സാറിനോട് എനിക്ക് യോജിപ്പുണ്ട്. ജയേന്ദ്രൻ സാറ് പറയുന്നത് CPM വേണ്ടി അദ്ദേഹം അനുകൂലിക്കുകയാണെങ്കിൽ, പക്ഷേ ഗോവിന്ദ മാഷ് സ്റ്റാൻഡപ്പ് കോമഡിയൻ ആക്കേണ്ടിയിരുന്നില്ല. കാര്യം സാറ്റയർ പറഞ്ഞു എന്ന് ആ കണ്ടത്. ഗോവിന്ദ മാഷ് സാറ്റയർ പറയുമോ? അപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയനാണോ ഗോവിന്ദ മാഷ്? എന്താണ് ഈ ജയേന്ദ്രൻ സാറ് പറയുന്നത്? അതൊക്കെ വളരെ മോശമല്ലേ? അപ്പോൾ അതൊന്നല്ല. ഗോവിന്ദ മാഷ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആ വിഷ്വൽ കണ്ടു, വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു സംശയമില്ലാന്ന് ഗോവിന്ദ മാഷ് സ്ഥിരം പ്രസ്താവന, ഒരു സംശയമില്ല. അതും പറഞ്ഞു അദ്ദേഹം. പ്രധാനപ്പെട്ട കാര്യം, മാഷയെ വിഭാവന ചെയ്തതിന് ടെക്നോളജി വരുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ലക്ഷറി കമ്മ്യൂണിസ്റ്റ് ഒരു ഫിലോസഫി ഉണ്ട്. ഞാൻ ഇല്ല പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ എങ്ങനെയുണ്ട്. കാര്യം ഈ ടെക്നോളജി വരികയും ഈ എന്താ പറയുക ഈ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഈ സാമൂഹ്യ അന്തരം കുറഞ്ഞു വരികയും അതങ്ങനെ ഒരു ധാരണ. പക്ഷേ അതിന് മാഷ അവതരിപ്പിച്ചത് വേറെ ഇതിലായി പോയി എന്ന് മാത്രം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അകത്ത് അത് ഗോവിന്ദ മാഷ് ശൈലിയെ ബന്ധപ്പെട്ട കൂടിയ കാര്യമാണ്. അതാണ് ശ്രീത് പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ CPM സെക്രട്ടറിമാരപ്പോൾ എൻ്റെ കണ്ടറിവിൽ AK നേരം മുതൽ VS ആണെങ്കിലും, VS പിന്നെ എനിക്ക് കുറച്ച് ഫ്രീ സോഫ്റ്റ്വെയർ മനസ്സിലായില്ലെങ്കിൽ VS ആൾക്കാർ എഴുതി കൊടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക്. പക്ഷേ എന്നിരുന്നാൽ റിച്ചാർഡ് സ്റ്റോൾമാൻ എന്നൊക്കെ VS പറയാറുണ്ട്. പക്ഷേ എങ്കിലും അപ്പോൾ നമ്മൾ കാണുന്നതിനും പിണറായി വിജയൻ ഇവരൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ നമ്മൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ പ്രായോഗികമായിട്ടാണ് ഒരു പത്രസമ്മേളനം അഡ്രസ്സ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കാണാം. അവർ സ്ഥിരം പത്രസമ്മേളനം വളരെ പ്രായോഗികമായിട്ടാണ് അവർ വളരെ ഒരു കോമൺ സെൻസിൻ്റെ ഭാഷയിൽ എന്നാൽ ഇടതുപക്ഷ പുരുഷൻ എന്നുകൊണ്ട് പറയാം. പക്ഷേ ഗോവിന്ദ മാഷ് വളരെ വ്യത്യസ്തമായിട്ട് ഒരു പഴയ കമ്മ്യൂണിസ്റ്റ്, ഒരു EMSൻ്റെ കാലത്തേക്കുള്ള ഒരു ധാരണയായിരിക്കും അദ്ദേഹം സൈദ്ധാന്തികമായിട്ട് കാര്യം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട്. കാര്യം സാമാന്യ ജനങ്ങൾ മാർക്സിസത്തിന് ലെനിനിസോ ഡയലക്റ്റിക് മെറ്റീരിയൽസോ ഒരു തവണ അധ്വാന ശക്തിയും രണ്ടാണെന്ന് മാഷ് പറഞ്ഞു. ശരിയാണത്, മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് ശരിയാണ്. പക്ഷേ അത് സാധാരണ ആൾക്കാർക്ക് അധ്വാന ശക്തിയും എങ്ങനെയാണ് മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ മാഷ് സൈദ്ധാന്തികമായിട്ട് പലപ്പോഴും അവതരിപ്പിക്കാറ്. പക്ഷേ ആ സൈദ്ധാന്തികം പലപ്പോഴും ചെന്നെത്തുന്നത് എങ്ങനെയാ വെച്ചാൽ യാന്ത്രികമായ ഒരു അപ്ലിക്കേഷനിലേക്ക് പോകുന്നൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു യാന്ത്രികത ഇതിൻ്റെ അകത്തും വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വ്യക്തമായൊരു ഫിലോസഫി ഉണ്ട്. അത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രിട്ടിക്ക് ഏത് ടെക്നോളജിയെക്കുറിച്ചും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. അതിപ്പോഴും ആവർത്തിക്കും. ഏത് പുതിയ ടെക്നോളജി വരും, അത് ട്രാക്ടർ വന്നാലും ശരി, കമ്പ്യൂട്ടർ വന്നാലും ശരി, അത് ഉന്നയിക്കും. കാര്യം എത്ര ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും. എല്ലാവരും റീസ്കിൽ ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവരും അപ്സ്കിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. പരമ്പരാഗത തൊഴിൽ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള പട്ടിണിയും പരിവട്ടൊക്കെ വരാസായിട്ട് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ഇതിനെ ട്രഡീഷണൽ ജോബായി മാറാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. ലെഗസി ജോബായി മാറാൻ പറ്റില്ല. നാളെ ജേർണലിസം ലെഗസി ജോബായി മാറാം. അപ്പോൾ ഏതൊക്കെ അപ്പോൾ ഇത്രയൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അത് ഗൗരവമായിട്ട് ഉന്നയിക്കേണ്ട ഒരാൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. അവർക്ക് AI-യെക്കുറിച്ച് സമീപനം ഉണ്ട് താനും. അത് പുതിയ ഡ്രാഫ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റിന് AI-യെക്കുറിച്ച് സമീപനം ഇല്ലെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് ദീർഘകാല സമീപനം ഉണ്ട്. ചന്ദ്രൻ സാർ, ടെക്നോളജിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റിനും ദീർഘകാലത്തെ നൂറ്റാണ്ടുകളുടെ ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസം പോലുള്ള ദീർഘ ചരിത്രമുണ്ട്. എത്രയോ പുസ്തകങ്ങളുണ്ട്, ധാരാളം എഴുത്തുകളുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ഈ സോഷ്യൽ സയൻസ് എന്ന പ്രസിദ്ധീകരണമുണ്ട് CPM-ന്, അറിയുമെന്ന് അറിയില്ല ചന്ദ്രൻ സാറേ. സോഷ്യൽ സയൻസ് എന്ന് ഡൽഹിയിൽ നിന്ന് പറയുന്ന പ്രസിദ്ധീകരണമുണ്ട്. അതിൽ CP ചന്ദ്രശേഖര കാലങ്ങൾ അവരുടെ എക്കണോമിസ്റ്റാണ്. CP ചന്ദ്രശേഖര കാലങ്ങളായിട്ട് ഈ ടെക്നോളജി എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് ഇതിനെ ഇതാകുന്നുള്ള ക്രിട്ടിക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇത്തരം ഡാറ്റകൾ ദേശാമാന ആഴ്ചപ്പതിപ്പ് തന്നെ ഈ വിഷയത്തിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ മാഷ് അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപക്ഷെ മാഷ് ഓഡിയൻസ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ സമയത്ത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഉന്നയിക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇത്തരം പുതിയ ടെക്നോളജി വരും, പ്രത്യേകം ഇതിനെക്കുറിച്ച് വ്യാപകമായി ചർച്ച ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും എയെ കുറിച്ച് വലിയ ചർച്ചകളാണ്. ഇപ്പോൾ ഡീപ് സീക്ക് വന്നു. ഇപ്പോൾ ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് തെറ്റിദ്ധരിക്കുന്ന സ്ഥലമാണ്. നമ്മളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് തെറ്റിദ്ധരിക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കുന്ന ഏക പാർട്ടി സർവാധിപത്യം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രാജ്യത്ത് ഡീപ് സീക്ക് പോലെ ഒരു ടെക്നോളജി വരുന്ന ട്രംപിനുള്ള മറുപടിയാവുന്നു. അതുപോലെ തന്നെ എയിൽ ട്രേഡ് വാഴ്സിൻ്റെ ഭാഗമായിട്ട് AI വരുന്നു. അങ്ങനെ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്ന സ്വാഭാവികമായിട്ട് അത്ര കാര്യങ്ങൾ പ്രതികരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യം തന്നെ വിശ്വസിക്കുന്നത് സമീപനമാണ്. പക്ഷേ ആ സമയം എടുക്കണം സാർ. അല്ല, അതിൻ്റെ പശ്ചാത്തലം അതാണല്ലോ. ആ പശ്ചാത്തലം ഗോവിന്ദമാഷ് ശ്രദ്ധിച്ചെന്ന കാര്യം പത്രത്തിൽ ആ വാർത്ത വരും, ചർച്ച ചെയ്യുന്നു. നമ്മുടെ പത്രങ്ങളുടെയൊക്കെ മെയിൻ തലക്കെട്ടായിരുന്നു. ആ സമയത്ത് AI-യോട് എന്ത് സമീപനം എടുക്കുന്ന ഒരു പാർട്ടി സമ്മേളനത്തിൽ അവിടുത്തെ പ്രവർത്തകരോട് പറയാം. പക്ഷേ ആ പ്രവർത്തകരോട് പറയുന്ന സമയത്ത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത മട്ടിൽ വളരെ ഇതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാന്നൊക്കെ പറയാമെന്ന് പറയുന്നത് അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ AI-യെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ടെക്നോളജിയെക്കുറിച്ച് ചില പരാമർശം, ടെക്നോളജി എങ്ങനെയാണ് ക്യാപിറ്റലിസം ഇതാക്കുന്നതൊക്കെ എന്നുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് വേണ്ടി വ്യാഖ്യാനിക്കുന്ന രീതിയിൽ പഠിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ലളിതവൽക്കരിച്ചും യാന്ത്രികമായിട്ട് പറഞ്ഞാൽ ആ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ലാതെയും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പാർട്ടി, ഒരു ഇടതുപക്ഷ CPM എന്ന് വിളിക്കുന്ന മാർക്സിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഇടതുപക്ഷ തൊഴിലാളി വർഗ്ഗ പാർട്ടി ശരിക്കും സ്വരൂപിക്കേണ്ട ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ അകത്ത് എന്തായിരിക്കണം? ഇതിൻ്റെ പ്രൊപ്പറേറ്ററി ടെക്നോളജി നിഷേധിക്കേണ്ടി വരും. പ്രൊപ്പറേറ്ററിയേറ്റ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ഇതിൻ്റെ പുറത്തുണ്ട്, കുത്തവൽക്കരണം നയിക്കുന്നത്, അതിനെ എതിർക്കേണ്ടി വരും. അതിന് പകരം എന്താണ് ബദൽ മാതൃകകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? ഏതൊക്കെ തരത്തിലാണ് നമുക്ക്, ഞാൻ ശ്രീതു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് അപ്സ്കില്ലിംഗ് സാധ്യമാക്കുക, എങ്ങനെയാണ് അതിൻ്റെ ഒരു പുതിയ തന്ത്രങ്ങളിലേക്ക് പോകുന്നത്? ഇത്തരം ഒരു വിശാലമായൊരു കാഴ്ചപ്പാട് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി സൈദ്ധാന്തിന് കൂടുന്ന അവസരങ്ങൾ വെക്കേണ്ടതുണ്ട്. പക്ഷേ അതിന്ന് മാറി രണ്ട് വ്യത്യസ്ത കോൺട്രാക്റ്റുകളായിട്ട് അഭിപ്രായം പറയുകയാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ടെക്നോളജിയുടെ കാലത്ത് പ്രധാനപ്പെട്ട കാര്യം മാഷ് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം വൈറലാവുന്ന കാരണം മാഷ വീഡിയോ ചിലപ്പോൾ ചെറിയൊരു ഓഡിയൻസിൻ്റെ അകത്തായിരിക്കും, പക്ഷേ അതാരും ഷൂട്ട് ചെയ്ത് വൈറലാക്കും. അപ്പോൾ ടെക്നോളജി അങ്ങനെ രീതിയിൽ വളരെ ഇൻട്രൂസീവായിട്ട് ടെക്നോളജി നിൽക്കുന്ന കാലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കുകയാണ്. ആ സംഭവം മനസ്സിലാക്കാതെ മാഷ ഒരു ഗോവിന്ദ മാഷിൻ്റെ അകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പോൾ ബ്യൂറോ അംഗമാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കേണ്ട ഒരു കാഴ്ചപ്പാടിൻ്റെ അകത്തുണ്ട്. ആ കാഴ്ചപ്പാട് ശരിയായ വന്ന് പ്രകടിപ്പിക്കേണ്ടതാണ്. ആ ഒരു ക്രിട്ടിക്കാണ് മുതലാളിത്തത്തോട് വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ടെക്നോളജിയെ കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPM-നും സാധിക്കുള്ളൂ. അത് ഇന്ന് മാഷ് പറഞ്ഞതിൽ ഒരു ആ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ സോഷ്യലിസ്റ്റുകളുടെ 20 വർഷം ഇതിപ്പോൾ സോഷ്യലിസ്റ്റുകളുടെ പോക്ക് പണ്ട് കാലത്തും ഏത് കാലത്തായത് ലെനിൻ്റെ കാലത്താണോ? അപ്പോൾ 10 വർഷം കൊണ്ട് സോഷ്യലിസം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കാലവും സോഷ്യലിസം വരാൻ പോകുന്ന ഒരു ദീർഘകാലത്ത് ശേഷം വരാൻ പോകുന്ന സംഭവം തന്നെയാണ്. അല്ലാതെ പിറ്റേസായ സോഷ്യലിസം നടപ്പാക്കുന്ന കാര്യം പറഞ്ഞില്ല. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാലഘട്ടമാണ് ഈ തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം എന്ന് വിളിക്കുന്നത്. ഞാനാണല്ലോ കമ്മ്യൂണിസം നല്ല സർവാധിപത്യം എന്താ പറയുക, അടവടലെ വീണു പോവുക. അതൊക്കെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഞാൻ ഇതിലേക്കൊന്നും പോണില്ല. കമ്മ്യൂണിസ്റ്റ് പ്രാഥമിക ധാരണകളാണ് അതൊക്കെ. അപ്പോൾ ദീർഘകാല പ്രോസസ്സിലൂടെയാണ് സോഷ്യലിസം കമ്മ്യൂണിസ്റ്റൊക്കെ സ്ഥാപിതമാവുക. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്ന കാര്യം സ്മൃതി, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്ത ഒരു ബാധ്യത ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുക്കുമ്പോൾ ഉണ്ട്, തീർച്ചയായിട്ടും ആ നിലപാട് ഇപ്പോൾ ഒരു ലിബറൽ കുറച്ചും കൂടി ഉദാര സമീപനം എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ബൂഷ ലിബറലിസം നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ വലതുപക്ഷത്ത് നിൽക്കുന്ന ഒരു BJPക്കോ എടുക്കുന്ന വ്യത്യസ്തമായ സമീപനം എന്താ പറയുക, ഒരുപക്ഷെ ഡീപ് സീക്ക് പോലെ സാധനം ഒരുപക്ഷെ BJPക്ക് താല്പര്യമുള്ള കാര്യം വളരെ നാഷണലിസ്റ്റ് ആണത്, അതുപോലെ താല്പര്യമുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതല്ല. കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്ന് പറയുന്നത് എങ്ങനെയാണിത് മാനവരാശിയെ ബാധിക്കുക, തൊഴിലാളി വർഗ്ഗത്തെ ബാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ പുതിയ തരത്തിലുള്ള ചൂഷണങ്ങൾ സൃഷ്ടിക്കുക, ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടിനകത്തുനിന്നേ അവർക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ എന്തെങ്കിലും പാർട്ടിയും മാറും. അപ്പോൾ ആ പോയിന്റ് മാഷ് അവതരിപ്പിച്ച വളരെ കാഷ്വലി അവതരിപ്പിച്ച ആ ക്യാഷിൽ അവതരിപ്പിച്ച ജയേന്ദ്ര സാർ പറഞ്ഞ സാറ്റയറാണ്. ഇത് സാറ്റയറായി അവതരിപ്പിക്കേണ്ട സ്റ്റാൻഡപ്പ് കോമഡിയാണോ? അതൊക്കെ തെറ്റായ സമീപനം. മാഷ് ജയേന്ദ്ര സാർ ആരെയാണ് ഇവിടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ആർക്കും അനുകൂലമായിട്ട് സംസാരിക്കുന്ന എനിക്ക് സംശയമുണ്ട് ഇതിൻ്റെ അകത്ത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.